ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് കുറച്ച് നിവിൻപോളിയുടെ സിനിമ ലൈനപ്പായിട്ടാണ് വന്നേക്കുക. അപ്പോൾ ആദ്യത്തെ സിനിമ നമ്മുടെ അഖിൽ സത്യൻ്റെ സർവ്വമായയാണ്. ഇതിൽ നിവിൻപോളി, അജു വർഗീസൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അഖിൽ സത്യൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഗിരീഷയുടെ സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. നമ്മുടെ മമിത ബൈജു, നിവിൻപോളി, ഫഹദ് ഫാസിൽ, ദിലീഷ് പോസൻ, ഒരു അണിനിര കാസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഗിരീഷയുടെ ചിത്രങ്ങളെല്ലാം അടിപൊളിയാണ്. അടുത്ത നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ചിത്രമായിരിക്കും ബെൻസ്. നമ്മുടെ നിവിൻപോളി വാൾട്ടർ എന്ന കഥാപാത്രം ചെയ്യണത് നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. അതും വില്ലനായിട്ടാണ് നിവിൻപോളി. അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, കാരണം ഇതൊരു അടിപൊളി സിനിമ. ഞാൻ അടിപൊളി വേഷമായിരിക്കും. അടുത്ത സിനിമ എന്ന് പറയുന്നത് ഡോൾബി ദിനേശനാണ്. ഇതൊരു പേരൊക്കെ കേട്ടിട്ടൊരു വെറൈറ്റി സിനിമയാണ്. ഇത് തമറ ഡയറക്റ്റ് ചെയ്തിരിക്കണം. നിവിൻപോളി ഒരു കോമഡി ട്രാക്കിലേക്ക് പിടിച്ച് വേറൊരു വെറൈറ്റി സിനിമയായിരിക്കും. അപ്പോൾ ഇതും എന്തായാലും അടിപൊളി ആവട്ടെ. ഇതുവരെ വരാത്തൊരു പ്ലോട്ട് തന്നെ ആയിരിക്കും. അടുത്ത സിനിമ എന്ന് പറയുന്നത് മൾട്ടിവേഴ്സ് മന്മഥനാണ്. ഇതും ഒരു വെറൈറ്റി സിനിമ തന്നെയാണ്. നമ്മുടെ മോളിവുഡിൽ നിന്ന് തന്നെ ഒരു അടിപൊളി സിനിമ ആവട്ടെ. നമ്മുടെ ആദിത്യൻ ശങ്കരശേഖറിൻ്റെയാണ്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ സിനിമ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമ അടിപൊളിയാവട്ടെ. അടുത്തത് ബേബികൾ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റുകളാണ്. നമ്മുടെ ലിജു മോള്, സന്ദീപ് പ്രതാപ്, അഭിമന്യു തിലകൻ, നമ്മുടെ മാർക്കോലൊക്കെ നല്ല കുടിലം വേഷം ചെയ്ത അഭിമന്യു തിലകൻ്റെ ഒക്കെ മിക്കവാറും ഒരു വില്ലൻ വേഷം നമുക്ക് കാണാം. ഈ സിനിമയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നയൻതാരയും നിവിൻപോളിയും ഉള്ള കോംബോ വീണ്ടും വരുന്ന പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡിയർ സ്റ്റുഡൻസ്. ഈ സിനിമ പാക്കപ്പ് ആയിരിക്കുകയാണ്. സിനിമ അടുത്ത് തന്നെ വരും. എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ. ഇനി അടുത്ത സിനിമ ഇപ്പോൾ തൽക്കാലം വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. കലാപൻ പ്രചോദ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് പ്രേമപ്രാന്ത്. ഇത് ഒരൊറ്റൊരു പോസ്റ്റ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് നല്ല സിനിമയാണോന്ന് അറിയില്ല, ഏത് ജോണറാണെന്ന് അറിയില്ല. അപ്പോൾ സിനിമയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു തമിഴ് സിനിമയാണ് നിവിൻപോളിയുടെ ഏഴു കടൽ ഏഴു മലൈ. നമ്മുടെ റാമൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ അത്യാവശ്യം ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഓടിയുണ്ട്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതും മിക്കവാറും ഒരു അടിപൊളി സിനിമയായിരിക്കും. ഇനി അടുത്തത് ഒരു സീരീസാണ്. അപ്പോൾ ഈ PRRും ഡയറക്റ്റ് ചെയ്ത് ഫാർമ എന്ന സീരീസ് ഉടനെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യും വൈകാതെ തന്നെ. കാരണം പാക്കപ്പൊക്കെ ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഒരു മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അടുത്ത എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന, ഫാമിലി ഓഡിയൻസ് വരെ വെയിറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും ആക്ഷൻ ഹീറോ ബിജു 2. കാരണം ഫസ്റ്റ് ഭാഗം അത്രയ്ക്ക് സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ ഈ സിനിമ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും ഫ്രീസ് ആയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും അതിനു വേണ്ടി. ഇനി അടുത്തത് പറയാൻ പോകുന്ന ഒരു 3 സിനിമയാണ് ശേഖരവർമ്മ രാജാവ്. ഈ സിനിമയൊക്കെ ഡ്രോപ്പായിട്ടില്ല, പക്ഷേ ഇതിങ്ങനെ പോസായിട്ട് നിൽക്കുകയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ താരം എന്ന ഈ സിനിമയും ഇതൊക്കെ വെറുതെ ഫസ്റ്റ് ലുക്ക് മാത്രം വന്നിട്ടുള്ളൂ. എന്തോ കാരണത്താലൊക്കെ ഇങ്ങനെ ഡ്രോപ്പായിട്ടില്ല, പക്ഷേ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. സിനിമ ഡ്രോപ്പായിട്ടില്ലെന്നാണ് ഗൂഗിളിലൊക്കെ കാണിച്ചത്. അതുപോലെ തന്നെ ഈ ഗ്യാങ്സ്റ്റർ ഓഫ് മുണ്ടൻമലയൊക്കെ ഡ്രോപ്പൊന്നും ആയിട്ടില്ല, പക്ഷേ ഇതുവരെ യാതൊരു അപ്ഡേറ്റ് ഇല്ല സിനിമയാണ്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരാം.